ഗുഡ് ഈവനിങ്. നമ്മള് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ടോപ്പിക്കിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മാത്സിന്റെ സിലബസ് വൈൻഡ് അപ്പ് ചെയ്തു. നമ്മൾ പറയുന്ന സമയത്ത്, അതായത് ഡാറ്റയുടെ ചോദ്യങ്ങൾ മാത്സ് പറയുന്ന സമയത്ത് പല ടോപ്പിക്കുകളും പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പലതും നിങ്ങൾക്ക് ഡാറ്റയിലും ആവശ്യമുള്ളതായിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ചെറുതായിട്ട് മാത്സിന്റെ സ്വഭാവമുള്ള ടോപ്പിക്കുകളിൽ ഒരെണ്ണമാണ് എന്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്ന് വിചാരിച്ച് മാത്സിന്റെ അത്രയൊന്നും ഭയപ്പെടേണ്ടതുള്ള ഒരു ടോപ്പിക് അല്ല. തെറ്റാതെ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും കുറയ്ക്കാനും അറിയണം. അത് ഭിന്നസംഖ്യ അല്ല, ദശാംശ സംഖ്യകൾ, ഡെസിമൽ ഉള്ള സംഖ്യകളെ പോലും അങ്ങനെ നന്നായിട്ട് തെറ്റില്ലാതെ, നാലക്ക സംഖ്യകളും അഞ്ചക്ക സംഖ്യകളൊക്കെ തന്നാൽ പോലും തെറ്റാതെ കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനും കുറയ്ക്കാനും അറിയുന്ന ഏതൊരാൾക്കും, പിന്നെ ചോദ്യം വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളിലൊന്നാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. കൈകൊണ്ട് ചെയ്യുക, മാനുവലി ചെയ്യുക. നമ്മൾ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ്, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തറവ് ആവാൻ വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ വർക്ക് ചെയ്യാൻ തരും. നിങ്ങൾ എക്സാമിന് പോണ സമയത്ത് എക്സാമിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ തരും അവിടെ. അപ്പൊ ആ പേപ്പറിന്റെ അകത്ത് നമുക്ക് കണക്കൊക്കെ ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു പേപ്പർ ആയിരിക്കും. ആ പേപ്പറിന്റെ അകത്ത് പൊതുവെ നമ്മൾ അവിടെയും ഇവിടെ ആക്കിയിട്ട്, കാരണം അതിന്റെ വഴികളൊന്നും ആരും ചോദിക്കില്ല, ഉത്തരം കിട്ടുക എന്നുള്ളതാണല്ലോ പ്രാധാന്യം. അപ്പൊ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എഴുതി നോക്കിയിട്ടായിരിക്കും ഉത്തരം ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഡാറ്റയുടെ ഒരു ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡാറ്റ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെയിൽസിന്റെ ഡീറ്റെയിൽസോ പർച്ചേസിന്റെയോ പ്രൊഡക്ഷന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും. അതിനാസ്പദമാക്കിയിട്ടുള്ള 5 ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ ആ 5 ചോദ്യങ്ങളും ആൻസർ ചെയ്യുമ്പോൾ ആദ്യത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ഒക്കെ വളരെ നീറ്റ് ആയിട്ട്, ഒന്നാമത്തെ ചോദ്യം സോൾവ് ചെയ്യുമ്പോൾ ഒന്നിന് നമ്പർ ഇട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പേപ്പറിന്റെ അകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ ചോദ്യത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ ചോദ്യത്തിൽ ആവശ്യമായി വന്നേക്കാം. നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ ചെറപറാന്ന് എഴുതിയിട്ടൊരു സാധനമാണെങ്കിൽ നമ്മൾ നാലാമത്തെയോ മൂന്നാമത്തെയോ ചോദ്യം ചെയ്യണ സമയത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യമൊക്കെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ഒന്നുകൂടി ചെയ്ത് തന്നെ പിന്നെയും ചെയ്യേണ്ടി വരും. അത് സമയനഷ്ടം ഉണ്ടാക്കും. പിന്നെ ആ ഒരു പാനിക് കണ്ടീഷനിൽ, ടെൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ചെയ്യുന്നത്, രണ്ടാമത് ചെയ്യുന്നത് തെറ്റിപ്പോവാനുള്ള, കൂട്ടുന്നതും കുറയ്ക്കണോ ഒക്കെ തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഡാറ്റയുടെ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ തരുന്ന പേപ്പറിൽ കൃത്യമായി നമ്പർ മാർക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ചെയ്തു നോക്കാൻ. അത് നിങ്ങൾക്ക് മാത്രം മനസ്സിലാവണ പോലെ ചെയ്ത ശേഷം നമ്പറിങ് പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നോക്കാം, നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. ഒരുപാട് തിയറികൾ, പ്രത്യേകിച്ച് മ്യൂട്ട് ചെയ്യാവുന്ന ഓക്കെ, തിയറികളൊന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയാനില്ലാത്ത, നേരിട്ട് അങ്ങോട്ട് പോവാ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറച്ച് പഴയ ചോദ്യങ്ങൾ 2023 ചോദിച്ചിട്ടുള്ള സെറ്റ് ഓഫ്, നമ്മൾ ഓരോ സെഷനിലും ഓരോ സെറ്റ് ആയിട്ടാണ്, അതായത് ഒരു അടുത്ത 5 സെഷനിൽ നമ്മൾ 5 സെറ്റ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ് ചെയ്യുന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ്. പിന്നെ നമ്മൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, കുറച്ച് മുമ്പത്തെയാണ്, 2023 2 വർഷം മുമ്പുള്ളതാണ്. അപ്പൊ നമ്മളൊരു ലേറ്റസ്റ്റ് ക്വസ്റ്റനിലേക്ക് വരുന്ന സമയം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ കാറ്റഗറൈസ്ഡ് ചോദ്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ എനിവേ, നമ്മളൊരു സാമ്പിൾ എന്നുള്ള രീതിയിൽ 2023 ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചെയ്യണ സമയത്ത് മാത്സിൽ പറയാറുള്ളത് പോലെ തന്നെ എന്റെ കൂടെ ചെയ്തു നോക്കാം. മാനുവലി ചെയ്യേണ്ടതാണ്. ചിലപ്പം ഹ്യൂമൻ എറേഴ്സ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനും കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യണതിൻ്റെ അകത്ത് ഇൻ കേസ് ഞാൻ ആഡ് ചെയ്യുന്നതിലോ സബ്ട്രാക്ട് ചെയ്തതിലോ ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും, ഇന്ന സ്ഥലത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളൊരു സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങല്ലേ. കയ്യിൽ പേപ്പറും പേനയും സംഭവങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ, സംശയങ്ങൾ ചോദിക്കുക. ചിലപ്പം ഞാനിങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ ഒന്നിച്ചങ്ങ് ചിലപ്പം ചില സ്റ്റേജുകൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ആ സ്റ്റേജിൽ എവിടെയെങ്കിലും കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മളത് ബോർഡിൽ ചെയ്തിട്ടേ പോകുള്ളൂ. എനിവേ നോക്കാം, നമുക്ക് ചോദ്യം വായിക്കാം. മൂവിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ജൂണിൽ ഫോർനൂൺ ഷിഫ്റ്റിൽ 22 ജൂണിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്, എങ്ങനെയായിരിക്കും ഡാറ്റയുടെ ക്വസ്റ്റ്യന്റെ ഒരു കോലം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. മുകളിലൊരു ഇൻട്രോ പാർട്ട് ഉണ്ടാവും, അതായത് താഴെ ടേബിളിൽ എന്താണ് തന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ഇൻട്രോ പാർട്ട് മേലെ ഉണ്ടാവും, താഴെ ടേബിൾ ഉണ്ടാവും. ആ ടേബിളിനെ ആസ്പദമാക്കി 5 ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം എഴുതണം എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ചോദ്യം വായിക്കലും അതിന്റെ ഇൻട്രോ പാർട്ടിലുള്ള ഭാഗം വായിക്കലും വെറുതെ ആ ടെക്സ്റ്റിൽ ആ ടേബിളിന്റെ അകത്തുള്ളതിനെ വെറുതെ മേലെ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇൻട്രോ പാർട്ടിനെ ഒഴിവാക്കരുത്. ഇൻട്രോ പാർട്ട് വായിച്ച് ശീലിക്കണം. ബിക്കോസ് ചില ചോദ്യങ്ങളിൽ നമുക്ക് വേണ്ട ഹിന്റുകൾ ഇൻട്രോ പാർട്ടിലാണ് ഉണ്ടാവാറുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ ചോദ്യത്തിന് അതില്ല എന്ന് വിചാരിച്ചിട്ട് ചോദ്യങ്ങളിലെ ഇൻട്രോ പാർട്ട് വായിക്കുന്ന ശീലം ഒഴിവാക്കരുത്. യു ഷുഡ് റീഡ് ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഹു വിസിറ്റ് ഡിഫറെന്റ് സിറ്റീസ് ബൈ യൂസിങ് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാവൽ
Based on the data in the table, answer the question that follows. അതായത് താഴെ തന്നിരിക്കുന്ന ടേബിളിൻ്റെ അകത്ത് ടൂറിസ്റ്റുകളുടെ എണ്ണമാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ, ചണ്ഡീഗഡ്, ഡെറാഡൂൺ, മണാലി, ജയ്പൂർ സിറ്റികളിലെ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്തതിന്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അവരെങ്ങനെ വന്നു എന്നുള്ളതാണ്. കാറ് വഴി വന്നവര്, ട്രെയിന് വഴി വന്നവര്, ബസ് വഴി വന്നവര്, ബൈക്ക് എടുത്ത് വന്നവര്, വിമാനത്തിൽ വന്നവര്. ഇപ്പൊ ഡൽഹിയിലേക്ക് കാറിന് വന്നവരുടെ ഡാറ്റ തന്നിട്ടുണ്ട്, ഡൽഹിയിലേക്ക് ട്രെയിനിന് വന്നവരെ തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ഡാറ്റയാണ് ടേബിളിലുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ദ ആവറേജ് നമ്പർ ഓഫ്. ചോദ്യം സ്ക്രീൻ പോയിട്ടുണ്ടോ? എനിക്ക് കാണാം ഇറ്റ്സ് ഷെയർഡ് എന്നാണ് കാണിക്കുന്നത്. നോ, പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നമായിരിക്കും. ഒന്ന് എക്സിറ്റ് അടിച്ചൊന്ന് കയറിയാൽ മതി. ഓക്കെ, നോക്കാം. ചോദ്യം വായിച്ചിട്ട് അതിന്റെ മീനിങ് ചോദ്യകർത്താവ് അല്ലെങ്കിൽ എൻടിഎ ഉദ്ദേശിച്ചതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയൊരു കഴിവ്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദ്യം പറഞ്ഞ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതേണ്ടത്. ഓക്കെ, ദ ആവറേജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഹു ട്രാവൽ ബൈ ട്രെയിൻ ഈസ്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്ത് വന്ന ടൂറിസ്റ്റുകളുടെ ആവറേജ് നമ്പർ എത്രയാണെന്ന് നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രെയിനിന്റെ കോളം മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. ട്രെയിനിൽ യാത്ര ചെയ്ത് വന്ന ടൂറിസ്റ്റുകളുടെ ആവറേജ് നമ്പർ എത്രയാ. അപ്പൊ ആവറേജ് കാണാനുള്ള ഇക്വേഷൻ പണ്ട് നമ്മൾ ആവറേജ് മാത്സ് പഠിച്ചിട്ടുണ്ട്. ആവറേജ് കാണാൻ ടോട്ടലിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ട്രെയിനിന്റെ ആവറേജ് കാണാൻ ട്രെയിനിൽ ടോട്ടൽ ആയിട്ട് എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് നോക്കിയാൽ മതി. അപ്പൊ ഈ ഡാറ്റയെ മൊത്തം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ ആഡ് ചെയ്യും? 18,800 പ്ലസ് 16,600 പ്ലസ് 19,400 പ്ലസ് 18,500 പ്ലസ് 15,900 പ്ലസ് 16,400 കൂട്ടി നോക്കാം നമുക്ക്. ഞാൻ കൂട്ടുന്നതിൽ തെറ്റുണ്ട് പറയണം കേട്ടോ. 0, 0, 6, 4, 10, 18, 23, 23, 4, 27, 27, 3, 30, 36, 3 ബാക്കി 11, 17, 20, 26, 26, 4, 30, 34, 34, 5, 39, 40, 45, 4 ബാക്കി 5, 6, 7, 8, 9, 10. 1,05,600 ആണോ കിട്ടിയത്? എന്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. 1,05,600 ആണോ ആൻസർ കിട്ടിയത്? ഒന്ന് പറയോ എനിബഡി? യെസ്. ഇനി ഇപ്പൊ നമ്മൾ ടോട്ടലേ കണ്ടിട്ടുള്ളൂ. ആവറേജ് കാണണമെങ്കിൽ ടോട്ടലിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിക്കണം. എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6. 6 ഡാറ്റയാണ്. അതായത് 1,05,600 എന്ത് ചെയ്യണം എന്നർത്ഥം? 6 കൊണ്ട് ഹരിച്ചാലേ അതിന്റെ ആവറേജ് കാണാൻ പറ്റുള്ളൂ എന്നർത്ഥം. 6 കൊണ്ട് ഹരിച്ചു നോക്കാം നമുക്ക്. 1, 6, 6, 10, 6 പോയാ 4, 4, 6 എടുക്കാൻ പറ്റില്ല. 5-നെടുത്ത് നമ്മൾ ഇങ്ങോട്ട് എഴുതും. 6, 6, 36, 7, 6, 42, 7, 6, 42, 3 ബാക്കി 3 പോലെ ഈ 6 താഴോട്ടിറക്കി എഴുതും. 36, 6, 6, 36. യെസ്, ആ പരിപാടി അവിടെ തീർന്നു. ഈ 2 0 എടുത്ത് ഇവിടെ എഴുതുന്നു. 17,600. 17,600 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, കത്തിയോ? യെസ്, ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ആവറേജ് കാണാന്നുള്ളത്. ട്രെയിനിൽ യാത്ര ചെയ്ത് ആവറേജ് കാണാം. ആവറേജിന്റെ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് തെറ്റില്ലാതെ കൂട്ടി തെറ്റില്ലാതെ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. ഓക്കെ, യെസ്, മൂവ് ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. യെസ്, ഗുഡ്. ഇനി രണ്ടാമത്തെ ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഹു വിസിറ്റഡ് ഡെറാഡൂൺ ബൈ ട്രെയിൻ ഈസ് ഡാഷ് പെർസെന്റേജ് മോർ ദാൻ ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഹു വിസിറ്റഡ് ചണ്ഡീഗഡ് ബൈ എയർ എന്നാണ് ചോദ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. അർത്ഥം മനസ്സിലാക്കലാണ് മേജർ. ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഹു വിസിറ്റഡ് ഡെറാഡൂൺ ബൈ ട്രെയിൻ. ട്രെയിനിൽ ഡെറാഡൂണിൽ വന്ന ടൂറിസ്റ്റുകൾ. ട്രെയിനിൽ ഡെറാഡൂണിൽ വന്ന ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡാറ്റ. 18,500 അല്ലെ. ഇനിയോ ഈസ് ഡാഷ് പെർസെന്റേജ് മോർ ദാൻ. ഡാഷ് ശതമാനം
കൂടുതലാണ്, ആരേക്കാളേറെ than the number of tourists who visited ചണ്ഡീഗ by air. ചണ്ഡീഗാലേക്ക് വിമാനത്തിൽ വന്നിട്ടുള്ള ആളുകളേക്കാൾ എത്ര ശതമാനം കൂടുതലുണ്ട് ഡെറാഡൂണിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു വന്ന ആളുകള് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, അതായത് ഇങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്: ബിഗ് വാല്യൂ മൈനസ് സ്മോൾ വാല്യൂ ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് വേണ്ടത് ഡിവൈഡഡ് ബൈ സ്മോൾ വാല്യൂ ഇൻറ്റു 100 ആണ്. അതായത് ബേസ് ആയിട്ട് ബൈ എന്ന് പറഞ്ഞ ബൈ കഴിഞ്ഞ് ഇവിടെ ഉള്ള ഈ സാധനത്തിനാണ് ബേസ് എന്ന് പറയാ. എന്തിനാണ്? ബിഗ് വാല്യൂവിനെയാണോ? ബിഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ തന്ന ഡാറ്റയിലെ വലുത്. തന്ന ഡാറ്റയിലെ വലുത് ഏതാ? ഡെറാഡൂണിലതാ 18,500 വലുത്. സ്മോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 14,800. ബൈ കഴിഞ്ഞിട്ട് ബേസിൽ സ്മോൾ വാല്യൂ ആണോ ബിഗ് വാല്യൂ ആണോ എന്തുകൊണ്ടാണ് ഹരിക്കേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ, ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ചോദ്യം തന്നാൽ എത്ര ശതമാനം മറ്റേതിനേക്കാൾ കൂടുതലാണ് എന്ന ടൈപ്പ് ചോദ്യം വരുമ്പം ദാൻ കഴിഞ്ഞ, അതായത് മോർ ദാൻ കഴിഞ്ഞ് വരുന്ന ആ ഡാറ്റ ഉണ്ടല്ലോ, ദാൻ എന്ന് പറഞ്ഞ ആ ഫ്രേസ് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ഡാറ്റ, ആ ഡാറ്റയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ചണ്ഡീഗ ബൈ എയർ ആണ് ദാൻ കഴിഞ്ഞ് വരുന്ന ഡാറ്റ. അത് ഇവിടുത്തെ സ്മോൾ വാല്യൂ ആണ്. സ്മോൾ വാല്യൂവിനെയാണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് എത്ര ശതമാനം കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ഫില്ല് ചെയ്യും. ബിഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ 18,500, സ്മോൾ വാല്യൂ 14,800 ഡിവൈഡഡ് ബൈ സ്മോൾ വാല്യൂ 14,800 ഇൻറ്റു 100 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി കുറച്ച് നോക്കാം നമുക്ക്. 18,500. ഓക്കെ, 18,500 നിന്ന് ഇവിടെ നമ്മൾ എന്താണ് ശരിക്കും ഫൈൻഡ് ചെയ്യണത്? എത്ര ശതമാനം കൂടുതലുണ്ട്? ചണ്ഡീഗാല് വിമാനത്തിൽ വന്ന യാത്രക്കാരേക്കാൾ എത്ര ശതമാനം കൂടുതലുണ്ട് ഡെറാഡൂണിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു വന്നവർ? യെസ്. അപ്പൊ നമ്മളിവിടെ എന്താണ് ബിഗ് വാല്യൂ മൈനസ് സ്മോൾ വാല്യൂ നമ്മളിപ്പം അത് ഇക്വേഷൻ നമുക്ക് നോട്ട് ചെയ്ത് വെക്കുമ്പോ എന്ത് നമ്മൾ എഴുതണ്ടേ? ഇത് ഇക്വേഷൻ മാക്സിലുള്ള ഇക്വേഷൻ ഒന്നല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇക്വേഷൻ ആണ്. ഇതിനേക്കാളേറെ ഡെറാഡൂണിലേക്ക് ട്രെയിനിൽ വന്നവരെക്കാളേറെ എത്ര കൂടുതൽ ഉണ്ടെന്നാ ചോദിച്ചേ. അപ്പൊ ഡെറാഡൂണിൽ ട്രെയിനിൽ വന്നവരും ചണ്ഡീഗാലേക്ക് വിമാനത്തിൽ വന്നവരും തമ്മിലുള്ള വ്യത്യാസം ആദ്യം കാണാം. ആ വ്യത്യാസത്തെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാ? ഈ പറഞ്ഞ എന്തിനേക്കാളേറെ കൂടുതലുണ്ട് എന്ന് ചോദിക്കുമ്പം ആ എന്തിനേക്കാളേറെ എന്നുള്ള ഡാറ്റയെ കൊണ്ട് കമ്പയർ ചെയ്യുക. അതാണ് ഡിവൈഡഡ് ബൈ ചണ്ഡീഗാലേക്ക് വിമാനത്തിന് വന്നവർ. ശതമാനാക്കാൻ വേണ്ടി 100 കൊണ്ട് ഗുണിക്കാം. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത് ലെസ് ദാൻ ആണ് ചോദിച്ചെങ്കിൽ ലെസ് ദാൻ ആണ് ചോദിച്ചെങ്കിൽ റിവേഴ്സ് ആണ് ചെയ്യുക. അതായത് ഈ ദാൻ മോർ ദാൻ വരും ഡെറാഡൂൺ ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. സോറി, ചണ്ഡീഗാക്ക് വരും ഡെറാഡൂൺ ആണുള്ളതെങ്കിൽ ദാൻ നമ്മളൊരു ചോദ്യം കൂടി ചെയ്യും. അടുത്തൊരു സെറ്റ് ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ദാൻ കഴിഞ്ഞ് വരുന്നാൽ ഇപ്പൊ ഡെറാഡൂൺ, ഇപ്പൊ ഈ ചണ്ഡീഗാക്ക് വരും ഡെറാഡൂൺ ആയിരുന്നെങ്കിൽ ബൈ ഡെറാഡൂൺ ബിഗ് വാല്യൂ ആണ് അവിടെ വരിക. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ അത് ചോദിക്കൂല. കാരണം എന്താ? ഡെറാഡൂൺ ആണ് കൂടുതൽ നിൽക്കുന്നത്. വിമാനത്തിൽ ചണ്ഡീഗാൽ വിമാനത്തിൽ വന്നവരെക്കാൾ എത്ര കൂടുതൽ ഡെറാഡൂണിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ ഡെറാഡൂണിൽ കൂടുതൽ ആയിരിക്കണം ആണല്ലോ. ഈ കോണ്ടെക്സ്റ്റിൽ ദാൻ ഡെറാഡൂൺ എന്ന് ചോദിക്കൂല. ടീച്ചറെ, പിന്നെ ഇവിടെ 18,500 എടുത്തത് എങ്ങനെയാ? 18,500 ഡെറാഡൂണിലെ ട്രെയിനിൽ വന്ന ആളുകളുടെ ഡാറ്റ ടേബിളിൽ നിന്ന് എടുത്തു. 18,800 ഒക്കെ അല്ലേ? ആ ഒരു ലൈന് മുഴുവൻ ട്രെയിനിൽ വന്ന ആളുകളല്ലേ? ഡെറാഡൂണിൽ ട്രെയിനിൽ വന്നവർ എന്ന് പറയുമ്പോൾ ഡെറാഡൂണിന്റെ ട്രെയിൻ എടുത്തപ്പോൾ. ഓക്കെ, ഇനി അതർ ഡൗട്ട്സ്? ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിലാണ് നിങ്ങൾ സ്റ്റെക്കായി പോവുക. അത് ക്ലിയർ ചെയ്യുക കേട്ടോ. വലിയ വലിയ സംഭവങ്ങളൊക്കെ വേഗം കത്തും. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് ക്ലിയർ ആവാണ്ടൊക്കെ. ധൈര്യമായിട്ട് ചോദിക്കാം. അതെ, സ്ക്രീന് വലുതാക്കിയപ്പോ സ്ഥലങ്ങളുടെ പേര് ഇതിലേ ഇങ്ങോട്ടായി, അതുകൊണ്ടാണ്. Any other doubts? മൂവ് ചെയ്യട്ടെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് വെക്കാം. 18,500 നിന്ന് നമുക്ക് 14,800 കുറയ്ക്കാം. കുറയ്ക്കുമ്പം 0, 0, 15 നിന്ന് 8 പോയി കഴിഞ്ഞാൽ 7,
7ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 3, 3700. ഇപ്പൊ 3700 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 2 പൂജ്യം കൂടി എക്സ്ട്രാ വരും, ഡിവൈഡഡ് ബൈ 14800 എന്ന് വന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹരിക്കുമ്പോ ഈ 2 പൂജ്യം വെട്ടി, ഈ 2 പൂജ്യം വെട്ടി, 3700നെ 148 കൊണ്ട് ഹരിച്ചാ മതി. 3700നെ നമ്മൾ 148 കൊണ്ട് ഹരിക്കുമ്പം ഇത് ആക്ച്വലി ഭയങ്കര ഈസിയുള്ളൊരു കണക്കാണ്. 3700നെ 148 കൊണ്ട് ഹരിക്കണ സമയത്ത് 370 എത്ര 148 പോകും നോക്കാം. ഓക്കെ, 370 എത്ര 148 പോകും? 2 148 എടുത്താൽ 370 ആവോ? 8 8 16, ബാക്കി 1, 5 4 9, 296. ഇനി 148 എടുത്താല് അത് 370 മേലെ കടക്കും. അപ്പൊ 2 148, 296 നമുക്ക് പറയാം. 10 6 പോയാൽ 4, 16ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ 7, യെസ് 74. 74 148 പോലെ ഇവിടെ ബാക്കി കിടക്കുന്ന പൂജ്യത്തിനെ നമ്മൾ താഴ്ത്തിറക്കി എടുത്തെഴുതും 748. ഇപ്പൊ 148 എന്ന് പറയുമ്പോൾ ഏകദേശം 150ന്റെ അടുത്തുള്ള സംഖ്യയാണ്. 2 150 300ആയി, 2 150 300ആയി, 4 150 600ആയി, 5 150 ആവുമ്പം 750ആയി. ഇവിടെ നമ്മളടുത്ത് 150 ഇല്ലല്ലോ, 148 അല്ലേ ഉള്ളൂ. 148 അപ്പൊ ഏകദേശം 5 പ്രാവശ്യം തന്നെ 740 എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് അനുമാനിക്കാം. ശരിയാണോ നമുക്ക് നോക്കാം. 148നെ 5 വട്ടം എടുത്താൽ എത്ര ആവും നോക്കാം. 8 5 40, 4 ബാക്കി, 4 20, 24, 2 ബാക്കി, 5 കറക്റ്റ് 5 പ്രാവശ്യം 740 കിട്ടി. 25, 740 നില്ലായി. ഓക്കെ, എന്ന് പറഞ്ഞാൽ 25% കൂടുതലുണ്ട്. ചണ്ഡീഗഡ് വിമാനത്തിൽ വന്നവരെക്കാൾ 25% കൂടുതലുണ്ട് ഡെറാഡൂണിൽ ട്രെയിനിൽ വന്നവര് എന്നർത്ഥം. 3,70,000 ഈ 3,700 ഞാൻ വേറെ കളർ എടുത്തരാം, എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിപ്പോണ്ട്. നമുക്ക് കുറച്ചിട്ട് കിട്ടിയ 3,700 ഇല്ലേ, അതിനെ ഇൻറ്റു 100 ചെയ്തത് ചോദിച്ചാള് ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ഓക്കെ ആണോ? മൂവ് ചെയ്യാൻ പറ്റുമോ? മൂവ് ചെയ്യട്ടെ. ഒരാൾ ഓക്കെയാണ്. ഇവിടെ നമുക്ക് ആ ഫസ്റ്റത്തെ എന്താണ് ബിഗ് വാല്യൂനെയും സ്മോൾ വാല്യൂനെയും നമുക്ക് മൈനസ് ചെയ്തിട്ട് എന്താണ് അതിനെ കൊണ്ട് നമ്മള് ഹരിച്ചിട്ട് നമുക്ക് ഇൻഡ്യൂ ചെയ്യാതെ കിട്ടൂലേ? അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഹരിക്കുന്ന സമയത്ത് 3700നെ 14,800 കൊണ്ട് ഹരിക്കുമ്പോൾ ഡെസിമൽ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആദ്യം 100 കൊണ്ട് ഗുണിച്ച് എളുപ്പം എന്നുള്ളത് നോക്കാം. മറ്റേതാണ് എളുപ്പമെങ്കിൽ അത് ചെയ്യാം. ഇതാണല്ലേ ഈസി അപ്പൊ? ഓക്കെ, അത് ഡിപ്പെൻസ്. ഡെസിമല് വളരെ ഈസി ആയിട്ട് തെറ്റാതെ ഗുണിക്കാനും ഹരിക്കാനും കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മറ്റേത് ചെയ്യാം. പക്ഷെ ഡെസിമൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവും. സാധ്യത നോർമൽ സംഖ്യ ഗുണിക്കുന്നതിനേക്കാൾ കൂടുതൽ. നമ്മൾ ആരും മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലല്ലോ. നമ്മളെല്ലാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി മാത്സ് പഠിച്ചെടുത്തവരാണ്, പഠിക്കാൻ പോകുന്നവരാണ്, പഠിക്കുന്നവരാണ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മറ്റേതാവുന്ന സമയത്ത് 0 എടുത്തിട്ട് പിന്നെ വെട്ടിക്കളഞ്ഞ് ഹരിക്കൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഡെസിമൽ വരുന്നില്ലല്ലോ. ഡെസിമല്, ഭിന്നസംഖ്യ, എക്സ് എടുക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്ന വഴിയിലൂടെ പോകുന്നതാണ് ദ സേഫ്. ഓക്കെ, മൂവ് ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. യെസ്, the ratio of car travelers to Delhi that of air travelers. ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ആദ്യത്തെ ചോദ്യത്തിൽ ആവറേജ് ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യത്തിൽ പെർസെന്റേജ് ചോദിച്ചു, മൂന്നാമത്തെ ചോദ്യത്തിൽ റേഷ്യോ വന്നു. ഓക്കെ, അതാ പറഞ്ഞ നമ്മൾ മാത്സിൽ പഠിച്ച സാധനങ്ങൾ ഇവിടെ വേണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ചോദിക്കാണ്, ദ റേഷ്യോ ഓഫ് കാർ ട്രാവലേഴ്സ് ടു ഡൽഹി ടു ദാറ്റ് ഓഫ് എയർ ട്രാവലേഴ്സ് ടു മുംബൈ എന്നാണ് ചോദിക്കുന്നത്. റേഷ്യോ ഓഫ് കാർ ട്രാവലേഴ്സ് ടു ഡൽഹി, ഡൽഹിയിലേക്ക് കാറിന് വന്ന ആളുകളും ടു ദാറ്റ് ഓഫ് എയർ ട്രാവലേഴ്സ് ടു മുംബൈ, മുംബൈയിലേക്ക് വിമാനത്തിൽ വന്നവരും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഡൽഹിയിലേക്ക് കാറിന് വന്നവരും മുംബൈയിലേക്ക് വിമാനത്തിന് വന്നവരും തമ്മിലുള്ള റേഷ്യോ. ഓർഡർ മാറിപ്പോവരുതേ. ഓക്കെ, ഡൽഹിയിലേക്ക് കാറിന് വന്നവരും മുംബൈയിലേക്ക് എയർ മാർഗം വന്നവരും തമ്മിലുള്ള റേഷ്യോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡൽഹിയിലേക്ക് കാറിന് വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് 19,200 ആണല്ലേ. 19,200 ഈസ്റ്റു മുംബൈയിലേക്ക് വിമാനത്തിന് വന്നവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡാറ്റ 18,200. ടേബിളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്.
19,200 ഡിവൈഡഡ് ബൈ 18,200 കൂടി എഴുതാലോ. ഓക്കെ, ഭിന്നസംഖ്യാരൂപത്തിലും റേഷ്യോനെ എഴുതാം. നമ്മൾ റേഷ്യോന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ശരിക്കും ആക്ച്വൽ റേഷ്യോ എന്താ? 19,200 18,200 എന്നാണ്. അപ്പൊ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് ഒരു 5 അക്ക സംഖ്യകളുടെ റേഷ്യോ അതിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ചെറുതാക്കണം എന്നർത്ഥം. ചെറുതാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 0 വെട്ടി, ഈ 2 0 വെട്ടി, സംഭവം എന്തായി? 192:182 എന്നായി. അപ്പോഴും 3 എല്ലാവർക്കും വോയിസ് ക്ലിയർ ആണോ? പറയൂ വോയിസ്. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ 192:182 കിട്ടി. പക്ഷെ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് 3 അക്ക സംഖ്യകളൊന്നും എവിടെ ഇല്ല, ഉത്തരമായിട്ടില്ല. വിച്ച് മീൻസ് അതിനെ ഇനിയും ചെറുതാക്കണം എന്നർത്ഥം. റേഷ്യോനെ ഇനിയും ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ വെട്ടിച്ചെറുതാക്കാം. വെട്ടിച്ചെറുതാക്കാൻ നോക്കുന്ന സമയത്ത് 192 182 ഇരട്ട സംഖ്യകളാണ്. അതായത് 2ന്റെ ഗുണിതങ്ങളാണ്. ഓക്കെ, 96:90 എന്നാണ്. 2ന്റെ ഗുണിതങ്ങളാണ്. 2ന്റെ ഗുണിതങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചിട്ട് ചെറുതാക്കാം. എന്ന് പറഞ്ഞാൽ നേർപകുതി കണ്ടാൽ മതി, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി രണ്ടിന്റെയും. 192ന്റെ നേർപകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനക്കണക്ക് പോലെ എങ്ങനെയാണ് 192ന്റെ നേർപകുതി കാണാന്ന് വെച്ചാൽ 100ന്റെ പകുതി 50 ആണ്, 90ന്റെ പകുതി 45 ആണ്, 2ന്റെ പകുതി 1 ആണ്. 5 1 6, 5 4 9, കണ്ടോ? 96. ഇനി 182ന്റെ നേർപകുതി എത്രയാന്ന് വെച്ചാൽ 100ന്റെ പകുതി 50 ആണ്, 80ന്റെ പകുതി 40 ആണ്, 2ന്റെ പകുതി 1 ആണ്. 1ഉം 5ഉം 4ഉം 9, 91. 96:91 കിട്ടി. ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി 96:91 ഉണ്ട്. പകുതി കാണുന്ന സമയത്ത് 192 ഹരിക്കണം 2 എന്നൊന്നും എഴുതി ഹരിക്കാനൊന്നും നിൽക്കണ്ട. സ്പ്ലിറ്റ് ചെയ്തിട്ട് പകുതി കാണാം. 100ന്റെ പകുതി കാണാം, 90ന്റെ പകുതി കാണാം, 2ന്റെ പകുതി കാണാം, 3ഉം കൂടി കൂട്ടുക. 182 ഇപ്പൊ 1192 ആണെങ്കിൽ ആദ്യം 1000ന്റെ പകുതി കാണാം, പിന്നെ 100ന്റെ പകുതി കാണാം, പിന്നെ 90ന്റെ പകുതി കാണാം, പിന്നെ 2ന്റെ പകുതി കാണാം, എല്ലാം കൂടി കൂട്ടുക. അങ്ങനെയും ചെയ്യാം. ഏതാണോ ഈസി അതുപോലെ ചെയ്യാം. മനക്കണക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓരോന്നിനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് പകുതി കാണുന്നു. എനിവേ 96:91 is the right answer. അപ്പൊ റേഷ്യോന്റെ ചോദ്യം അതിൽ സെറ്റായേ. അപ്പം ഒരുവിധം നമ്മൾ പഠിച്ച മാത്സ് ഒക്കെ ഇവിടെ അങ്ങ് സെറ്റായി ചെലവായി പോകുന്നുള്ളതാണ്. മിസ് ഒന്നുകൂടെ പറയത്, എനിക്ക് അവിടെ കിട്ടിയില്ല. ഏതാ? എന്താണ് അതെങ്ങനെ ചെറുതാക്കിയെന്ന് മനസ്സിലായിട്ടില്ല. 192നെയും 182നെയും ചെറുതാക്കിയതാണോ? അതെ അതെ. നേർപകുതിയാക്കി 2 കൊണ്ട് ഹരിച്ചു 2നെയും. ഓക്കെ ഓക്കെ, അപ്പൊ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ലേ? ചില സമയത്തുണ്ടല്ലോ നല്ലോണം വെട്ടി ചെറുതാക്കേണ്ട സിറ്റുവേഷൻ വരില്ലേ? അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? ഇനി നമുക്ക് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് ചെറുതാക്കാൻ അറിയൂല വിചാരിക്കുക. നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. ചെറുതാക്കാൻ ഉണ്ടാവും, പക്ഷെ നമുക്ക് അറിയൂല. അപ്പൊ നമുക്ക് ഗുണനപ്പട്ടിക അറിയണ സാധനങ്ങളല്ലേ നമുക്ക് ചെറുതാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഗുണനപ്പട്ടിക കൺഫ്യൂഷൻ ഉള്ള സാധനങ്ങൾ നമുക്ക് ചെറുതാക്കാൻ പറ്റൂല. ഇത് ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ് 2 കൊണ്ട് വേഗം പോകും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ 7ന്റെ ഗുണിതം, 11ന്റെ ഗുണിതം ഒക്കെ, അല്ലെങ്കിൽ 11ലൊക്കെ പോണ സംഖ്യ ആണെങ്കിൽ നമുക്ക് 11ന്റെ ഗുണനപ്പട്ടിക ഒന്നും അത്ര ഈസി ആയിട്ട് അറിഞ്ഞോളന്നില്ല. അപ്പൊ അത്രയും കണ്ടീഷനിൽ നമ്മൾ എവിടെയാണോ ചെറുതാക്കുന്നത് ബ്ലോക്ക് ആയത് അവിടെ നിർത്താം. പിന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് വെട്ടി ചെറുതാക്കാൻ നിൽക്കുന്നത്. ഇപ്പൊ 192:182 നമ്മൾ ബ്ലോക്ക് ആയി വിചാരിച്ചോ, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണം. ഓക്കെ, അത്തരം കണ്ടീഷനിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് നമുക്ക് വെട്ടിച്ചെറുതാക്കുന്നത് നമ്മൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളെങ്കിൽ അവിടെ അവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു നിവൃത്തിയും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് മാത്രം അപ്ലൈ ചെയ്യാനുള്ള ട്രിക്കാണ് കേട്ടോ. അതായത് ഇനി അങ്ങോട്ട് വെട്ടിച്ചെറുതാക്കാൻ പറ്റണില്ല, പെട്ടു എന്നുള്ള അവസ്ഥയിൽ അവിടെ നിർത്തുക. പെട്ടെടുത്ത് അവിടെ നിർത്തിയിട്ട് എവിടെയാണോ നിന്ന് പോയത് ആ റേഷ്യോനെ എടുക്കുക. 192:182 നിങ്ങൾ നിന്ന് പോയതെങ്കിൽ 192നെ 182 കൊണ്ട് ഹരിക്കുക. ഓക്കെ, അവിടെ ഇട്ടിട്ട് 192, അത് ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഓക്കെ, ഉത്തരം കിട്ടും. ആ ഉത്തരത്തെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. 192നെ 182 കൊണ്ട് ഹരിച്ചു കിട്ടുന്ന ഉത്തരത്തെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഈ ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു റേഷ്യോനെ അതേപോലെ ഹരിച്ചാൽ നിങ്ങൾക്ക് സെയിം ഉത്തരം കിട്ടുന്നത് ആരിൽ നിന്നാണോ അയാളാണ് ശരി ഉത്തരം. അതായത് 192നെ 182 കൊണ്ട് ഹരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ അതേ ഉത്തരം ഈ ഓപ്ഷനിൽ 96നെ 91 കൊണ്ട് ഹരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചെറിയ ഫോമിനെ അങ്ങനെ ഹരിച്ചാൽ മാത്രമേ സെയിം ഉത്തരം കിട്ടുള്ളൂ. വേറെയുള്ള
ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡിയോ ഒന്നും സെയിം ഉത്തരം കിട്ടൂല. അപ്പൊ എവിടെയാണോ ബ്ലോക്ക് ആയത്, ബ്ലോക്കായ റേഷ്യോനെ പരസ്പരം ഹരിക്കുക. ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തെ സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് 4 ഓപ്ഷനെയും നിങ്ങൾ ആദ്യത്തെ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക, ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്നുള്ള പ്രോസസ്സിലൂടെ കടത്തിവിടുക. സെയിം ഉത്തരം കിട്ടുന്ന ഓപ്ഷൻ ഏതാണോ അയാളായിരിക്കും ആ റേഷ്യോന്റെ ചെറിയ രൂപം. അല്ല മിസ്, അപ്പൊ അവിടെ സെയിം പോലെ ഓപ്ഷനിൽ കാണാൻ ചാൻസ് ഇല്ലേ? ഒരിക്കലും ഇല്ല. 192നെ 182 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം ഈ 4 ഓപ്ഷനിലും 96നെ 91 കൊണ്ട് ഹരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അത് റേഷ്യോന്റെ പ്രത്യേകതയാണ്. ഒരു റേഷ്യോനെ നിങ്ങൾ പരസ്പരം, അതിലെ രണ്ടക്കങ്ങളെ പരസ്പരം ഹരിച്ചു കിട്ടുന്ന ഉത്തരം സെയിം ആവണമെങ്കിൽ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമോ അല്ലെങ്കിൽ അതിന്റെ കുടുംബത്തിൽപ്പെട്ട ആളെ ഹരിച്ചാൽ മാത്രമേ സെയിം ഉത്തരം കിട്ടുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. അത് റേഷ്യോന്റെ മാത്രം പ്രത്യേകതയാണ്. പക്ഷെ 4 നിങ്ങൾ ഹരിച്ചു നോക്കേണ്ടി വരുന്നുള്ളതാണ്. 192നെ നമ്മള് 182 കൊണ്ട് ഹരിക്കുകയാണ്. 192നെ 192നെ 182 കൊണ്ട് ഹരിക്കാണ്. 192നെ 182 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തുത്തരം കിട്ടും നോക്കാം. അപ്പൊ 192 ഒരു വട്ടമേ 182 എടുക്കാൻ പറ്റുള്ളൂ. എടുത്തു, 10 ബാക്കി. 10ൽ നിന്ന് 182 എടുക്കാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇടും. പോയിന്റ് ഇട്ടിട്ട് ഇതിനെ 100 ആക്കും. 100ൽ നിന്നും 182 എടുക്കാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യും? എടുക്കാൻ പറ്റൂല എന്ന് കാണിക്കാൻ വേണ്ടി, ആ ശൂന്യത കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിനെ 1000 ആക്കി മാറ്റും. 1000ൽ നിന്ന് എത്ര 192 എടുക്കാം? 192 എന്ന് പറഞ്ഞാൽ ഏകദേശം 200ന്റെ അടുത്തത്തെ സംഖ്യയാണ്. അപ്പൊ 1000ൽ നിന്ന് എത്ര 200 എടുക്കാന്ന് ആലോചിച്ചാൽ മതി. 5 200 എടുത്താല് 1000 ആയി. അപ്പൊ ഏകദേശം 192ലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. 192ന്ന് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ, 5 2 10 0, ബാക്കി 1 9 5 45 46, ബാക്കി 4 960. ഇനി ഒരു 182 കൂടി എടുത്ത് അത് 1000ൽ കവിഞ്ഞു പോകും. അപ്പൊ 1.05 ഏകദേശം കിട്ടും എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഞാൻ അവിടെ നോട്ടെ, 1.05 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. ഇതേ 1.05 നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ചിലപ്പോൾ നമ്മള് അടുത്തൊരെണ്ണം ഹരിക്കണ സമയത്തും 1.05 കിട്ടാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1.05 കിട്ടാൻ സാധ്യത ഉണ്ടാവും. 1.05നോട് അടുത്തത് കിട്ടാൻ സാധ്യത ഉണ്ടാവും. പക്ഷെ 1.05 കിട്ടൂല. ഏറ്റവും അടുത്ത 1.04 ഒക്കെ കിട്ടാൻ മതിയാവും. അപ്പൊ ഹരിക്കുന്നത് തെറ്റിപ്പോകാൻ പാടില്ല. അതാണ് ഈ ട്രിക്കിന്റെ ഒരു പ്രത്യേകത. ഹരിക്കാൻ കൃത്യമായിട്ട് അറിയണം. ചെറിയൊരു ദശാംശം തെറ്റിപ്പോയാൽ പോലും ഉത്തരം തെറ്റിപ്പോകും. നമുക്ക് എന്തായാലും 35നെ 83 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇതിൽ നമുക്ക് വേറൊരു എലിമിനേഷൻ പ്രോസസ്സും കൂടി സാധ്യമാണെന്നുള്ളതാണ്. നമ്മുടെ റേഷ്യോ എന്താ? 192:182 ആണല്ലോ. എന്ന് പറഞ്ഞാൽ വലുത് ഈസ്റ്റു ചെറുത്. 182നേക്കാൾ വലുതാണ്, 182നേക്കാൾ വലുതാണ് 192. വലുത് ഈസ്റ്റു ചെറുത് എന്നുള്ള ഫോമിലാണ്. അപ്പൊ സ്വാഭാവികമായും ഇതിനെ വെട്ടിച്ചെറുതാക്കിയാലും വലുത് ഈസ്റ്റു ചെറുത് എന്നുള്ള ഫോമിലേ വരാൻ പാടുള്ളൂ. അപ്പൊ വലുത് ഈസ്റ്റു ചെറുത് എന്ന് വരാത്ത എല്ലാത്തിനും നിങ്ങൾക്ക് ആദ്യമേ വെട്ടിക്കളയാം. ഇവിടെ നമുക്ക് ഓപ്ഷൻ എ നോക്കുക, ചെറുത് ഈസ്റ്റു വലുതാണ്, വെട്ടിക്കളയാം. കാരണം നമ്മുടെ റേഷ്യോ വലുത് ഈസ്റ്റു ചെറുതാണ്. ഓപ്ഷൻ എനെ അവിടെ തന്നെ നിങ്ങൾ വെട്ടി. ഓപ്ഷൻ ബിനെയും വെട്ടാം, അതും ചെറുത് ഈസ്റ്റു വലുതാണ്. നമുക്ക് വേണ്ട എന്താ? വലിയ സംഖ്യ ഈസ്റ്റു ചെറിയ സംഖ്യയാണ് വേണ്ടത്. ബിനെ നിങ്ങൾ അവിടെ വെട്ടി. പിന്നെ സി ആണോ ഡി ആണോ എന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അത് രണ്ടും വലുത് ഈസ്റ്റു ചെറുത് എന്നുള്ളതിലാണ്. അവിടെ അത് രണ്ടും ഹരിച്ചു വെക്കാൻ മതി. അപ്പൊ ഹരിക്കുന്നതിന് എണ്ണം വീണ്ടും കുറഞ്ഞു. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായോ? എയും ബിയും വെട്ടിയ കോൺസെപ്റ്റ് മനസ്സിലായോ? യെസ്. എലിമിനേറ്റ് ചെയ്യാം. മാക്സിമം നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കൊണ്ടുവരിക. വലുത് ഈസ്റ്റു ചെറുത് എന്നാണ് ഉത്തരം കിട്ടേണ്ടതെങ്കിൽ അതാണ് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ചെറുത് ഈസ്റ്റു വലുത് എന്ന് വരുന്ന ഓപ്ഷനുകളൊക്കെ വെട്ടിക്കളയാം. അത് വരില്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സി ആണോ ഡി ആണോ എന്നുള്ളത് മാത്രമേ ഉറപ്പ് വരുത്തേണ്ടതുള്ളൂ. നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. അപ്പൊ സി ഹരിച്ചു നോക്കാം. 96നെ 91 കൊണ്ട് ഹരിച്ചാൽ 1.05 ആണോന്ന് കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞാൽ പരിപാടി സെറ്റായി. 96നെ നമുക്കൊന്ന് 91 കൊണ്ട് ഹരിച്ചു നോക്കാം. 96 ഹരിക്കണം 91. 96ൽ നിന്ന് ഒറ്റവട്ടമേ 91 എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയാവുന്നു 5 അല്ലെ? 6 പോയ 5. 5ന്ന് 91 എടുക്കാൻ പറ്റൂല. 5ന്ന് 91 എടുക്കാൻ പറ്റില്ല. നമ്മൾ പോയിന്റ് ഇടും, 50 ആക്കും. 50 ആക്കിയപ്പോഴാണ് നമ്മൾ മനസ്സിലായത് 50ന്റെ അകത്തുനിന്ന് 91 എടുക്കാൻ പറ്റില്ല. ആ ശൂന്യത കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ 0 ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ 500 ആക്കും. ഓക്കെ, 500 ആക്കുമ്പോ 500ന് എത്ര 91 എടുക്കാം? 91 എന്ന് പറയുന്ന സംഖ്യ 100നോട് അടുത്ത സംഖ്യയാണ്. 500ൽ നിന്നും 5 പ്രാവശ്യം 100 എടുത്താലാണ് 500 ആവുക. അപ്പൊ 91 ഏകദേശം അത്രയൊക്കെ തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കാം. ഒരു 5 5 9 5 45. ഓക്കെ, 455. ഇനി അതിൻ്റെ അകത്തുനിന്ന് 91 എടുത്താൽ 500ന്റെ അപ്പുറം കിടക്കും.
1.05. സെയിം ഉത്തരം കിട്ടി. ഓക്കെ, ഇനി 71:45 ചെയ്താൽ നിങ്ങൾക്ക് ആ സെയിം ഉത്തരം കിട്ടൂല, ഒരിക്കലും കിട്ടൂല. നമുക്ക് 71നെ 45 കൊണ്ട് ഹരിക്കാൻ പോവാണേ. 71നെ 45 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് ചോദിക്കട്ടെ, അവിടെ എങ്ങനെ 1.05 കിട്ടി നമുക്ക്? 96 91 പോയപ്പോ എത്ര കിട്ടി? ബാക്കി 1 കിട്ടി. 96 നിന്ന് 91 പോയപ്പം എത്ര കിട്ടി? 5 കിട്ടി. 5 കിട്ടി. 5ന്ന് 91 എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മൾ 5നെ എന്താക്കണം? 0 ഇട്ട് കൊടുത്ത് നമ്മളവിടെ 5നെ 50 ആക്കണം. 50 ആക്കിയിട്ട്. അങ്ങനെ 5നെ 50 ആക്കുമ്പോൾ 1 കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ട് എടുക്കണം? പോയിന്റ് ഇട്ട് കൊടുത്ത്. പോയിന്റ് ഇട്ട് എടുക്കണം. 50 91 എടുക്കാൻ പറ്റുമോ? ഇല്ല, എടുക്കാൻ പറ്റൂല. എടുക്കാൻ പറ്റൂല എന്നുള്ള ശൂന്യത കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ. എന്നിട്ട് വേണം 50ന്റെ അപ്പുറത്ത് 0 ഇട്ട് കൊടുക്കാൻ, 500 ആക്കാൻ. ഓക്കെ. ഇനി 71ന്ന് എത്ര 45 എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ 71നെ 45 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും നോക്കാം. 71ന് സ്വാഭാവികമായും എത്ര 45 എടുക്കാനേ പറ്റൂ? ഒരു 45 എടുക്കാനേ പറ്റൂ. 2 45 ആയാൽ അത് 90 ആവും. ഒരു 45 എടുക്കുന്നു. 71 45 പോകുന്ന സമയത്ത് 11ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 6, പിന്നെ ഉള്ളത് ഇവിടെ 6 4 പോയാൽ 2. 26ന്ന് 45 എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഇതിനെ 260 ആക്കും. 260ന്ന് എത്ര 40? ഇത് ഇനി ഇവിടെ അങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ 260ന്ന് ഏകദേശം വാട്ട് വി ക്യാൻ സേ, നമുക്കൊരു 5ഓളം 45 എടുക്കാം. കാരണം 2 45 90 അങ്ങനെ 4 45 എടുത്തു കഴിഞ്ഞാൽ 150 ആയി. പിന്നെ ഒരു 45 കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 200ന്റെ അടുത്ത് എത്തുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും 5 കിട്ടുള്ളൂ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് 1.0 വരാനുള്ള സാധ്യത അവിടെ കിടക്കുന്നേ ഇല്ല. അപ്പൊ ഈ 260 കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് ഇനി ഇവിടെ 1 പോയിന്റ് കഴിഞ്ഞ് 0 വരൂല എന്നറിയാം. പിന്നെ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഉത്തരമാവൂല. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും റേഷ്യോനെ ചെറുതാക്കുന്നത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബ്ലോക്ക് ആയോടത്തുനിന്ന് അതിനിട്ട് ഹരിക്കുമ്പോൾ തെറ്റിപ്പോവരുത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്ഷനുകളെ കൊണ്ട് ഹരിച്ചു നോക്കുക. സെയിം ഉത്തരം കിട്ടുന്നു. സെയിം ഉത്തരം ഒരൊറ്റ ഒന്നിനെ കിട്ടുള്ളൂ. കാരണം അതിന്റെ കുടുംബത്തിൽപ്പെട്ട റേഷ്യോന് മാത്രമേ സെയിം ഉത്തരം കിട്ടുള്ളൂ. വേറൊരു റേഷ്യോന് സെയിം ഉത്തരം കിട്ടൂല. ഓക്കെ, മൂവ് ചെയ്യട്ടെ. ഓക്കെ, moving to the 4th question. What is the difference between the total number of tourists who visited Mumbai and Manali by using all the 5 modes of travel? 5 modes of travel എന്ന് പറഞ്ഞാൽ കാറ് വന്നവര്, ട്രെയിനിന് വന്നവര്, ബസ്സിന് വന്നവര്, ബൈക്ക് എടുത്ത് വന്നവര്, വിമാനത്തിന് വന്നവര്. 5 modes of traveling. ഈ 5 modes of travelingൽ വന്ന ആൾക്കാരുടെ എണ്ണം മുംബൈയിലെയും മണാലിന്റെയും വ്യത്യാസം എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മുംബൈയിലേക്ക് 5 മെത്തേഡ് ഉപയോഗിച്ച് വന്ന ആളുകളുടെ ടോട്ടലും മണാലിയിലേക്ക് ഈ 5 ട്രാവലിങ്ങിലൂടെയും വന്ന ആളുകളുടെ ടോട്ടലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് അറ്റ് മുംബൈ ആൻഡ് മണാലി ബൈ യൂസിങ് 5 മോഡ്സ് ഓഫ് ട്രാവൽ. മുംബൈയും മണാലിയും മൈനസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ മുംബൈനെ നമ്മൾ ടോട്ടൽ ചെയ്യണം. മുംബൈനെ ടോട്ടൽ ചെയ്യാം. 18,000 പ്ലസ് മുംബൈനെ മാത്രം എടുക്കട്ടോ. 16,600, 17,800, 18,700, 18,200. ഞാൻ കൂട്ടുന്നതിൽ തെറ്റുണ്ട് പറയണം കേട്ടോ. 0 7 2 9, 9 8 17, 17 3 20, 23, 2 ബാക്കി 8 2 10, 16, 16 4 20, 23, 23 7 30, 31, 39, 3 ബാക്കി 4 5 6 7 8, 89,300 ആണോ ഇത്? ദിസ് ഇസ് ഓഫ് മുംബൈ ആണ് കേട്ടോ. മുംബൈയില് 89,300 ആണോ കിട്ടിയത്? യെസ്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? മണാലി കൂട്ടണം. മണാലി കൂട്ടാൻ പോവാണേ. 14,900 പ്ലസ് 15,900. മനസ്സ് കൂട്ടാൻ പറ്റുന്നവരൊക്കെ മനസ്സ് കൂട്ടാട്ടോ. 15,500, 14,900, 18,300. ഓക്കെ, കൂട്ടാം. 0 0
3 9 27 3 30 35 3 ബാക്കി 4 3 7 17 21 29 2 ബാക്കി 3 4 5 6 7 79 500 കിട്ടിയേ? എന്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. 79,500 ആണോ മണാലി? യെസ്. നമ്മളോട് ചോദിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു ആണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലുതെന്ന് ചെറുത് കുറയ്ക്കും. 89 300 മൈനസ് 79 500. വി കാൻ ഡിഡക്ട് 0 0. 13 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 5 3 8. 18 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 9 800 ആണോ കിട്ടിയേ ആൻസർ? യെസ്. ഓക്കെ, നോക്കുമ്പോ അതാ 9 800 ഇതാ ഓപ്ഷൻ ബിയില്. ഓക്കെ, വൃത്തിയായിട്ട് കൂട്ടാൻ അറിയാം, വൃത്തിയായിട്ട് കുറയ്ക്കാൻ അറിയാം, വൃത്തിയായിട്ട് ഹരിക്കാൻ അറിയാം, വൃത്തിയായിട്ട് ഗുണിക്കാൻ അറിയാം. അതിലപ്പുറത്തേക്ക് ഒന്നും വേണ്ട. മിനിമം 10 വരെയുള്ള ഗുണന പട്ടിക അറിയാം. ഇതാണ് ഡാറ്റയുടെ ഒരു ആസ്പെക്ട്. ഒരു ചോദ്യം കൂടി സെറ്റിൽ ബാക്കിയുണ്ട്. മൂവ് ചെയ്യട്ടെ. 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 4 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഡാറ്റ ക്വസ്റ്റ്യൻ തരുമോ? കംപ്ലീറ്റഡ് 5 ക്വസ്റ്റ്യൻ വരുന്ന തരാം. മൂവിങ് ടു ദ നെക്സ്റ്റ്. The last one. What is the difference between the average number of air travelers and the average number of bus travelers to all the 6 cities? ഈ 6 സിറ്റികളിൽ എടുക്കുമ്പം അവിടെ വിമാനത്തിൽ വന്ന യാത്രക്കാരുടെ ആവറേജും ബസ്സിന് വന്ന യാത്രക്കാരുടെ ആവറേജും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് കണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വിമാനത്തിന് വന്ന ആളുകളുടെ മാത്രം ആവറേജ് കാണാം, ബസ്സിന് വന്ന ആളുകളുടെ മാത്രം ആവറേജ് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെന്നുള്ളത്. അപ്പൊ വിമാനത്തിന്റെ ടോട്ടൽ കണ്ടാലല്ലേ നമുക്ക് ആവറേജ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വിമാനത്തിന്റെ ടോട്ടൽ ഒന്ന് കാണാം. 17 400 പ്ലസ് 18 200 പ്ലസ് 14 800 പ്ലസ് again 14 800 പ്ലസ് 18 300 പ്ലസ് 17 300 കൂട്ടാണ്. 0 0 4 2 6 6 8 14 14 6 20 28 2 ബാക്കി 8 2 10 17 17 3 20 25 25 5 30 39. തെറ്റിയോ? 8 2 10 18 22 25 28 2 ബാക്കി 2 9 9 8 17 17 21 25 30 33 40 5 6 7 8 9 10. 1,800,000 ആണോ എയർ ടോട്ടൽ കിട്ടിയേ? 1,800,000 ആണോ? യെസ്. ഓക്കെ, നമുക്ക് മെറ്റന്റെ ടോട്ടലും കൂടി കണ്ടിട്ട് ലാസ്റ്റ് ആവറേജ് കാണാം. ബസ്സിന്റെ ടോട്ടൽ കാണാം. ബസ്സിന്റെ ടോട്ടൽ 17 200 പ്ലസ് 17 800 പ്ലസ് 16 300 പ്ലസ് 14 200 പ്ലസ് 15 500 പ്ലസ് 15 900. We can add it. 0 0 8 2 10 15 20 29 2 ബാക്കി 7 2 9 9 7 16 16 4 20 26 10 36 3 ബാക്കി 4 5 6 7 8 9 96,900 ആണോ? യെസ്. ഓക്കെ, നമുക്ക് ആവറേജ് കാണണം. നമ്മളിപ്പോ ടോട്ടലേ കണ്ടിട്ടുള്ളൂ. വിമാനത്തിന്റെ ആവറേജ് കാണാം. വിമാനത്തിന്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? എത്ര ഡാറ്റ ഉണ്ട്? 1 2 3 4 5 6 ഡാറ്റ ഉള്ളത്. അപ്പൊ 1,800,000
6 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 1 6 6, 10 6 പോയാൽ 4, 4 6 പോല 0 താട്ടെടുത്ത് 40 ആക്കും. 6 6 36, 4 ബാക്കി 8 താഴെ 46 6 37 8 6 48 അവിടെ പരിപാടി കഴിഞ്ഞു. ഇനി 2 0 അങ്ങോട്ട് എടുത്തെഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിന്റെ ആവറേജ് 16,800 ആണെന്ന് കിട്ടി അല്ലേ ചെയ്തവർ? വിമാനത്തിന്റെ ആവറേജ് 16,800 ആയിരിക്കും. അതേപോലെ നമ്മൾ ബസ്സിന്റെ ആവറേജ് കാണും. എങ്ങനെ കാണും? 96,900 നമ്മൾ 6 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, 1 6 6, 9 6 പോയാൽ 3, എഗെയിൻ 6 താട്ടിറക്കി എഴുതി. 6 6 36, ഈ പരിപാടിയോടെ കഴിഞ്ഞു. വീണ്ടും 1 6 6, 9 6 പോകുന്നു, 3 ബാക്കിയാവുന്നു. 30 താട്ടിറക്കി എഴുതുന്നു. 1 6 6 2 3 6 പറഞ്ഞിട്ട് 4 6 24, 5 6 30. 5 6 30. യെസ്, അതും കാര്യമായി. പിന്നെ ഒരു 0 ബാക്കിയുണ്ട്, 0 അങ്ങോട്ട് എടുത്തെഴുതുന്നു. അപ്പൊ ഇതിന്റെ ആവറേജ് 16,150 കിട്ടും. ഇനി നമ്മളെടുത്ത് ചോദിച്ചത് ഈ ആവറേജുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 16,800 നിന്ന് നമ്മൾ 16,150 കുറയ്ക്കും. കുറയ്ക്കുന്ന സമയത്ത് 0, 10 5 പോയാൽ 5, 7 1 പോയാൽ 6, 650 ആയിരിക്കും റൈറ്റ് ആൻസർ. ആവറേജ് കാണാം, ആവറേജിന്റെ ഡിഫറൻസ് കാണാം. ഹിയർ യെസ്, ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ആലോചിച്ച് വെക്കുക, എന്തോരം കണക്ക് നമ്മൾ ചെയ്യാണ്ട്, എത്രോളം നമ്മൾ കൂട്ടി, എത്രോളം നമ്മൾ ഗുണിച്ചു, എത്രോളം നമ്മൾ ഹരിച്ചു എന്നുള്ളത്. ലാസ്റ്റ് എന്താ ചെയ്തേ മാം? ആവറേജുകളെ പരസ്പരം കുറച്ചു. അതിന്റെ ഡിഫറൻസ് കിട്ടാൻ. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജസ് എന്നാണല്ലോ ചോദ്യം. 2 ആവറേജും കുറച്ചു. 16,800 16,150 കുറച്ചു. അപ്പൊ നമുക്ക് 650 കിട്ടി. മിസ് ഇപ്പൊ ഇത്ര ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? ഇത് ഭയങ്കര ഈസി ഒന്നല്ല. ഇത് ഈസി എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചെയ്തു തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസി എന്ന് ഫീൽ ചെയ്തത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കൂട്ടാനും കുറയ്ക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് എൻ ഈസി വൺ. 2023 ചോദിച്ച ചോദ്യമാണ്. അല്ല, എന്നാൽ ഇപ്പോഴും ഈ റേഞ്ചിലാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്? ഡിഫറൻസ് പൊതുവെ എനിക്ക് തോന്നുന്നു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾക്ക് ചെറിയൊരു എളുപ്പം ഫീൽ ചെയ്യാറുണ്ട്, അറബിക് ഇംഗ്ലീഷിനൊക്കെ, ഹിന്ദി മലയാളത്തിനൊക്കെ. പക്ഷെ ചില സമയത്ത് ഭയങ്കര ടഫ്. അത് എൻ്റെ ഒരു സ്വഭാവം പോലെയാണ്. എന്തും ചോദിക്കാം, നമ്മള് ലക്ക് പോലെ. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റിന്റെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ലക്ക് ഉണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിടന്ന് കളിക്കേണ്ടി വരും പരിപാടി. പിന്നെ കൊമേഴ്സുകാരുടെ പേപ്പറൊക്കെ ആണെങ്കിൽ ഇത്ര ഈസി ഒരിക്കലും ചോദിക്കൂല, അത് ഷുവറാ. അവർക്ക് കുറച്ചും കൂടിയൊക്കെ കണക്കൊക്കെ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചോദിക്കുള്ളൂ. നമുക്ക് ഏത് രീതിയിലും വരാം. അതുകൊണ്ട് നമ്മളെല്ലാം പഠിക്കണം. കൊമേഴ്സിന്റെയും ചെയ്ത് പഠിക്കണം, നമ്മുടേതും ചെയ്ത് പഠിക്കണം എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എൽസ് വി കാൻ വൈൻഡ് അപ്പ്. മിസ് ക്വസ്റ്റ്യൻ തന്നില്ല. ക്വസ്റ്റ്യൻ ഡാറ്റയുടെ ചോദ്യം എനിക്ക് ഇങ്ങനെ ലൈവായിട്ട് തരാൻ പറ്റില്ല. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ തരണല്ലോ. മിസ് മറക്കോ? ഇല്ല, ഞാനിപ്പോ ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ. ഓക്കെ ഓക്കെ, താങ്ക് യു. അല്ലേ വേണ്ട, നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയെടുത്തോ. ദാറ്റ്സ് ലെഫ്റ്റ് അടിച്ചോ ഇല്ലല്ലോ? ഞാൻ നോക്കട്ടെ, ഇതിൽ ചിലപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ അടുത്ത ക്ലാസ് ചെയ്യാൻ വേണ്ടി വെച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായാലും നിങ്ങൾ ഇന്ന് അപ്പൊ ചെയ്ത് നോക്കിയോ. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുവോ? സ്ക്രീൻഷോട്ട് എടുത്താ ഒന്ന് തംസ് അപ്പ് ചെയ്യണേ. 5 ചോദ്യങ്ങൾ കാണിച്ചു തരാം. യെസ്, ദിസ് ഇസ് ദ സെക്കൻഡ് വൺ. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എടുത്താ ഒന്ന് തംസ് അപ്പ് ചെയ്യണേ. തേർഡ് ക്വസ്റ്റ്യൻ ഓൾറെഡി ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കി എങ്ങനെയാ കിട്ടണമെന്ന് നോക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ചെയ്തു വരുമ്പം എനിക്കും കുറച്ചുകൂടി. ദിസ് ഇസ് ദ ഫോർത്ത് വൺ. തരത്തില് റേഷ്യോ ഒക്കെ വന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വരിക. നമുക്ക് എനിക്കൊന്ന് നാളെ രാവിലെ തോന്നുന്നു സാർ അടുത്ത സെഷൻ ഇട്ടത് 6:30. നാളെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.